Hi all. Today let's discuss about the topic two different credit situations. അപ്പോൾ നമ്മൾ മണി ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ലോൺസിനെ കുറിച്ചിട്ടും ക്രെഡിറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടു ഡിഫറെൻറ്റ് ക്രെഡിറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. Credit refers to borrowing money or taking loans. People borrow money for various purposes such as farming, business, education or medical emergencies. Then two different credit situations ഉണ്ട്. ഫസ്റ്റ് വൺ ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്. ഫോർമൽ സോഴ്സ് ക്രെഡിറ്റും ഉണ്ട്, ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റും ഉണ്ട്. ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻക്ലൂഡ് ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ്സ്. ഫോർമൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്നത് ഒന്നുകിൽ ബാങ്കിൽ നിന്നാകാം, അല്ലാന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ്സിൽ നിന്ന്. അതാണ് ഫോർമൽ സോഴ്സ്. ബാങ്കിൽ നിന്നും കോപ്പറേറ്റീവ്സിൽ നിന്നൊക്കെ നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്നതിനാണ് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയാം. They are regulated by the government and the Reserve Bank of India RBI. ഈ ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്, അതായത് ബാങ്കും കോപ്പറേറ്റീവ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ RBI ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്നതും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും അതിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗവൺമെൻറ്റും അതുപോലെ RBI ആണ്. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സുകളാണ് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ദേ ചാർജ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആസ് കമ്പയർഡ് ടു ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്. ഈ ഫോർമൽ സോഴ്സ് ക്രെഡിറ്റ് എന്താണ്? ദേ ചാർജ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു ലോവർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം, ചെറിയ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ അവർ ചാർജ് ചെയ്യുള്ളൂ. ബട്ട് ബൊറോവേഴ്സ് നീഡ് ടു കംപ്ലീറ്റ് പേപ്പർ വർക്ക് ആൻഡ് പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ ലോൺസ്. പക്ഷെ നമുക്കൊരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫോർമൽ സോഴ്സിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കംപ്ലീറ്റ് പേപ്പർ വർക്ക്. നമ്മൾ എന്ത് ചെയ്യണം? പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം. കുറേ പേപ്പർ വർക്ക്സുകൾ ഉണ്ടാകും. ആൻഡ് വി നീഡ് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ ലോൺസ്. നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഗോൾഡ് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ഗോൾഡ് കൊടുക്കണം അല്ലേ? ബാങ്കിൽ നമ്മൾ ഗോൾഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കൊരു ലോൺ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹൗസിൻ്റെ പേപ്പേഴ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ്, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് അവിടെ കൊടുക്കണം. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടിൻ്റെ വാല്യൂ, അതിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ടാവും അല്ലേ? അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എത്ര എമൗണ്ട് ലോണ്, ആ ഒരു സെക്യൂരിറ്റിമേ എത്ര എമൗണ്ട് ലോണ് നമുക്ക് തരാൻ പറ്റും എന്നുള്ളത് ബാങ്ക് നോക്കുക. അതായത് ഇപ്പം നമ്മൾ ഗോൾഡ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എത്ര ഗോൾഡ് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ എത്ര ഗോൾഡ് ഉണ്ട്? ഇപ്പോൾ ഒരു 10 പവൻ ഗോൾഡ് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണോ അതിനേക്കാൾ കുറഞ്ഞൊരു എമൗണ്ട് മാത്രമേ നമുക്ക് ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ഇൻ കേസ് നമ്മൾ ആ ലോണ് നമ്മൾ റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോപ്പർട്ടി അവർക്ക് എടുക്കാൻ പറ്റും. ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെക്യൂരിറ്റി നമ്മൾ കൊടുക്കുകയും വേണം. ആൻഡ് വി നീഡ് ടു കംപ്ലീറ്റ് സം പേപ്പർ വർക്ക് ഫോർ ദി ക്രെഡിറ്റ്. നമുക്ക് ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ്സ് ആണ്. ദേ ആർ റെഗുലേറ്റഡ് ബൈ ഗവൺമെൻറ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആൻഡ് ദേ ചാർജ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് കമ്പയർഡ് ടു ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്. But the borrowers need to complete some paperwork and provide security for the loans. Next, informal source of credit. Informal source of credit വരുന്നത് it is include money lenders, traders, relatives and landlords. ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഒന്ന് മണി ലെൻഡേഴ്സ് ആണ്. മണി ലെൻഡേഴ്സ് ഉണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ലാൻഡ് ലോഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കാണ് അല്ലേ? നമ്മളൊരു കടം വാങ്ങിക്കാണ്, ബോറോ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാം. ഇതൊക്കെയാണ് ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ നോട്ട് റെഗുലേറ്റഡ് ബൈ എനി അതോറിറ്റി. ഒരു അതോറിറ്റിയും അവർ റെഗുലേറ്റ് ചെയ്യുന്നില്ല അല്ലേ? നമ്മുടെ ഫാമിലിയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് വാങ്ങിക്കുകയാണെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു അതോറിറ്റീൻ്റെ പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്? അല്ല, അയാൾ സെൽഫായിട്ട് നിൽക്കുന്ന ഒരാൾ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് അല്ലേ? അവരെന്ത് ചെയ്യണേ? ദേ ആർ നോട്ട് റെഗുലേറ്റഡ് ബൈ എനി അതോറിറ്റി. അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് തരാൻ അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ അവർ തരും. അത് അവർ പറയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് അവിടെ എന്തില്ല, ഒരു അതോറിറ്റി അവരെ റെഗുലേറ്റ് ചെയ്യാനോ കോർഡിനേറ്റ് ചെയ്യാനോ ഒന്നുമില്ല. ദേ ആർ നോട്ട് റെഗുലേറ്റഡ് ബൈ എനി അതോറിറ്റി. ദേ ഓഫൻ ചാർജ് വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. മേ ബി അവരെന്തായിരിക്കും, ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് മണി ലെൻഡേഴ്സിൻ്റെ ഒക്കെ കയ്യിൽ നമ്മൾ ക്യാഷ് വാങ്ങിക്കാനുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? ദേ ചാർജ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. വലിയൊരു ഹൈ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ബട്ട് ലോൺസ് ആർ ഗിവൺ വിത്തൗട്ട് മച്ച് പേപ്പർ വർക്ക് ബട്ട് മേ ഇൻവോൾവ് എക്സ്പ്ലോയിറ്റേഷൻ. പക്ഷെ നമുക്ക് ഈ ലോൺ ഈസിലി അവൈലബിൾ ആണ്. നമ്മൾ പേപ്പർ വർക്കുകളൊന്നും കൊടുക്കേണ്ടി വരില്ല. ഫോർമൽ സോഴ്സിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ കുറേ പേപ്പർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ പേപ്പർ വർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇറ്റ് മേ ഇൻവോൾവ് എക്സ്പ്ലോയിറ്റേഷൻ. അതിലെന്തുണ്ടാവും? എക്സ്പ്ലോയിറ്റേഷനുള്ള ചാൻസ് ഉണ്ട്.
that informal source, these include money lenders, traders, relatives and landlords. They are not regulated by any authority. They often charge very high interest rate. Loans are given without much paperwork but may involve exploitation. Okay, this is about the informal source of credit. Okay, for example നോക്കുകയാണെങ്കിൽ എ ഫാമർ മൈറ്റ് ബോറോ ഫ്രം എ മണി ലെൻഡർ വെൻ എ ബാങ്ക് ലോൺ ഈസ് നോട്ട് ഈസി അവൈലബിൾ. നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. എന്നാലും അവരെന്തുകൊണ്ടാണ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസിലൊക്കെ ബാങ്കുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഈസിലി അവൈലബിൾ ആവില്ല, അല്ലെങ്കിൽ അവർക്ക് മച്ച് നോളേജ് ഉണ്ടാവില്ല. അവരുടെ പേപ്പർ വർക്കുകൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ നല്ലൊരു അസറ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസുകൾ ഈ പുവർ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വില്ലേജസ് എന്ത് ചെയ്യും? അവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈസിലി അവർക്ക് എന്ത് കിട്ടും? ക്യാഷ് അവൈലബിൾ ആയിട്ടുണ്ടാവും. എ ഫോമർ മൈറ്റ് ബോറോ ഫ്രം എ മണി ലെൻഡർ വെൻ എ ബാങ്ക് ലോൺ ഇസ് നോട്ട് ഈസിലി അവൈലബിൾ. However, the money lender may charge a very high interest rate. It's causing problems for the farmer. അപ്പോൾ ഒരാൾക്ക് ബാങ്കിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതായത് മേ ബി അവിടെ ആ ഒരു റൂറൽ ഏരിയയിൽ ചിലപ്പോൾ ഒരു ബാങ്ക് അവൈലബിൾ ആവണമെന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കൊടുക്കാൻ നല്ലൊരു അസറ്റ് വേണം, അതുപോലെ അവർക്ക് പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അവർക്ക് കുറച്ച് ലാഗ് വരും. അപ്പോൾ അതിനേക്കാളും അവർക്ക് ഈസിലി അവൈലബിൾ ആണ് ഒരു മണി ലെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിനെ പെട്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യും. അത്രയും എമർജൻസി സിറ്റുവേഷനിൽ ക്യാഷ് വേണം, അത്രയും എമർജൻസി സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ക്യാഷ് ഈസിലി അവൈലബിൾ ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ക്രൈസിസിൽ വരുമ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും, ക്യാഷ് വേണോ, ക്യാഷ് വേണോ, വേണമെങ്കിൽ തരാം എന്ന് പറയുമ്പോൾ നമ്മളതിൽ പെട്ടെന്ന് വീണ പോലെ നമുക്ക് അത്രയും ക്യാഷിനുള്ള അർജൻറ്റായിട്ട് നിൽക്കുന്ന സമയത്ത്, അത്രയും പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് യെസ് ഓക്കെ ഞാൻ പെട്ടെന്ന് കൊടുത്ത് തീർക്കാം, 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ റീപേ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് വാങ്ങും. വൺസ് ഒന്ന് നമ്മളൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ മണി ലെൻഡേഴ്സിനെ നമ്മളൊന്ന് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പെട്ടുപോകും. കാരണം അവർ ചാർജ് എ വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതെന്ത് ചെയ്യും? ആ ഒരു ഫാമറിന് അല്ലെങ്കിൽ ആ ഒരു പൂറായിട്ടുള്ള ഒരാളായിരിക്കും ഇത് എടുക്കുന്നത് അല്ലേ, അവർക്കത് റീപേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഹൈ ആയിട്ട് ഇങ്ങനെ കൊടുക്കൊണ്ടേയിരിക്കും. ഇറ്റ് കേസിങ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫോർ ദാറ്റ് ഫാമർ ഓർ ദ പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്. അത് ഈസിലി അവൈലബിൾ ആണ്, അതിന് പേപ്പർ വർക്ക് ഒന്നുമില്ല, ബട്ട് എന്തുണ്ടാവും? അതിനൊരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ഇറ്റ് മേ ക്രിയേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ.